ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലേറ്റ കനത്ത പരാജയത്തിന്റെ ആഘാതം കോൺഗ്രസിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. നേതൃത്വത്തെ വിമർശിച്ച് പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ച് കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം തുടങ്ങി. തൃശൂരിലെയും ആലത്തൂരിലെയും പരാജയം കോൺഗ്രസ് പ്രത്യേകം പരിശോധിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പരാതികൾ കേൾക്കും. മുരളീധരൻ പൊതുപ്രവർത്തനം നിർത്താൻ പാടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പരാതികൾ എന്താണെന്ന് പാർട്ടി കേൾക്കേണ്ടതാണ്. തന്നെയുമല്ല, കെ മുരളീധരൻ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. എവിടെ മത്സരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഉമ്മൻചാണ്ടി കൊണ്ടാണ് വടകര നിൽക്കാൻ പറഞ്ഞു, അദ്ദേഹത്തോട് നിയമത്തിൽ നിൽക്കാൻ പറഞ്ഞു. ആ ഉത്തരവാദിത്തമെല്ലാം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കെ മുരളീധരൻ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ മുന്നിൽ തന്നെ നിർത്തി ഉള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട്. ഒരിക്കലും പാടില്ല, പൊതുപ്രവർത്തനങ്ങൾ വിടാനുള്ളതല്ല. മുരളി മുന്നിൽ നിന്ന് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ ഓൾറെഡി ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചതാണ്. കെ മുരളീധരന് പരാതികളുണ്ടെങ്കിൽ കേൾക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്ന് ഡോക്ടർ ശശി തരൂർ. കെ മുരളീധരൻ മികച്ച നേതാവാണ്, പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടതില്ലെന്നും ശശി തരൂർ പറഞ്ഞു. അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ലൊരു മുതിർന്ന നേതാവാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവവും കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നേതൃത്വത്തിൽ ഒരു അത്യാവശ്യ അംഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം മാറി നിൽക്കാൻ ഒരു ആവശ്യം ഞാൻ തോന്നുന്നില്ല. എല്ലാ ഇലക്ഷനിലും ചിലർക്കും വിജയം ചിലർക്ക് പരാജയം ഉണ്ടാവുമല്ലോ. എന്ത് പറ്റി തൃശ്ശൂരെന്ന് ആൾക്കാർ പഠിക്കും, സംശയമില്ല, പഠിച്ച് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് പരാതികൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറായിരിക്കണം നമ്മുടെ നേതൃത്വം. അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ പാർട്ടിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യമാണ്. തൃശൂരിൽ പരാജയപ്പെടുമെന്ന് കെ മുരളീധരന് താൻ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെന്ന് സഹോദരിയും BJP നേതാവുമായ പത്മജ വേണുഗോപാൽ. കുഴിയിൽ ചാടിച്ചവരുടെ പേര് DCC ഓഫീസിന് മുന്നിൽ ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്. BJPയിലേക്ക് വരുന്ന കാര്യം കെ മുരളീധരൻ സ്വയം ആലോചിച്ച് തീരുമാനിക്കട്ടെ എന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഞാൻ കെ മുരളീധരൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരനോട് ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല. കാരണം അത് കണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അല്ല, ഞാൻ ഇതിനൊന്നും ഉത്തരം പറയുന്നില്ല. എന്താ കാരണം അറിയാം? ഒന്ന് നിങ്ങൾ ആ വണ്ടി എടുത്ത് ആ DCC ഓഫീസിൻ്റെ മുമ്പിൽ പോയാൽ ആരൊക്കെയാണെന്നുള്ള അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കേട്ടാൽ എന്തിനാണ് ക്ഷണിക്കേണ്ട കാര്യം? അദ്ദേഹം ബുദ്ധിയും ഇല്ലാത്ത ആളൊന്നുമല്ല, നല്ല ബുദ്ധിയുണ്ട്. ഞാൻ സംസാരിച്ചിട്ടില്ല. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് യൂത്ത് കോൺഗ്രസ്. TN പ്രതാപനും ജോസ് വള്ളൂരും പാർട്ടി പദവികൾ രാജിവെക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധ സൂചകമായി DCC ഓഫീസിന് മുന്നിലാണ് വാർത്താ സമ്മേളനം നടത്തിയത്. TN പ്രതാപനും DCC പ്രസിഡന്റിനുമെതിരെ തൃശൂർ DCC ഓഫീസിന്റെ മതിലിലും പരിസരത്തും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. അതിനിടെ വിവാദം ഒഴിവാക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമിക്കണമെന്ന് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. തൃശൂരിലെ പരാജയത്തെ പാർട്ടി ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. കോൺഗ്രസ് പാർട്ടി അത് സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള വിശകലനവും പഠനവും നടത്തും. അദ്ദേഹം അതിൽ നിന്നും പിന്തിരിയണമെന്നാണ് ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനം കോൺഗ്രസ് പാർട്ടിക്ക്, സെക്യുലർ കേരളത്തിന് ആവശ്യമാണ്. കൂടുതൽ വിവാദങ്ങളിലേക്കൊക്കെ പോയി പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കുക, അസംബ്ലി ജയിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിന് തടസ്സമാകുന്നതൊന്നും തന്നെ നമ്മൾ ആരും അനുവദിക്കില്ല എന്ന് പറഞ്ഞല്ലോ. പാർട്ടി പരിശോധിച്ച് സംഘടനാപരമായ കാര്യങ്ങൾ എടുക്കും. അല്ലാത്ത ഒരു കാര്യത്തിനോടും നമുക്കാർക്കും യോജിക്കാൻ കഴിയില്ല. തൃശൂരിൽ കെ മുരളീധരൻ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി പരിശോധിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. സംഘടനാ തലത്തിൽ വീഴ്ചയുണ്ടായി എന്നത് ഗൗരവമാണ്. താൻ BJPയിലേക്ക് പോകുമെന്ന പത്മജ വേണുഗോപാലിന്റെ ആരോപണം തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അല്ല, അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ പാർട്ടി പരിശോധിക്കണമെന്ന്. പാർട്ടി പരിശോധിക്കുമല്ലോ. കെ മുരളീധരൻ അത്തരം ഒരു ആരോപണം രേഖാമൂലം പാർട്ടി വേദികൾ ഉന്നയിച്ചാൽ അത് പരിശോധിക്കണം. കാരണം മുരളീധരൻ നിസ്സാരക്കാരനല്ല. അദ്ദേഹം അത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും KPC നേതൃത്വമൊക്കെ ഗൗരവമായി കണ്ട് പരിശോധിക്കണം. കല്യാശ്ശേരി, പയ്യന്നൂർ ചരിത്രത്തിൽ ആദ്യമായി തൃക്കരിപ്പൂർ 10,000-ലേറെ വോട്ടാണ് ഇടതുപക്ഷ മുന്നണി കൊടുത്ത കണക്കനുസരിച്ചിട്ട് ബാലകൃഷ്ണ മാസ്റ്റർ ബൂത്തിൽ 100 വോട്ട് കൂടുമെന്നാണ് പറഞ്ഞത്. ആ 100 വോട്ട് കൂടിയിട്ടില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സ്ഥിരാകേന്ദ്രങ്ങളിൽ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എനിക്കാണ് വോട്ട് ചെയ്തത്. ആരോപണം ഉന്നയിച്ച പത്മജ വേണുഗോപാലിനെ ഞാൻ വെല്ലുവിളിച്ചല്ലോ. അവർ കണ്ടം വഴി ഓടിയില്ലേ. പിന്നെ അവരെന്താ പറഞ്ഞത്? ഉണ്ണിത്താൻ എൻ്റെ സഹോദരനാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാണ് പത്മജയായിട്ട്. വന്നോ പിന്നെ MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എന്താണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകൾ? തിളക്കമുള്ള വിജയം കേരളത്തിൽ UDFനുണ്ടായി, പക്ഷേ തൃശ്ശൂരിലെ പരാജയം
പരാജയം തന്നെയല്ല, അത് കോൺഗ്രസിന്റെ കോട്ടകളിൽ നിന്ന് വോട്ട് ചോർന്നു, കോൺഗ്രസിന്റെ UDFന്റെ വോട്ട് ചോർന്നു. മുരളി ഉന്നയിക്കുന്ന ഗൗരവമുള്ള പ്രശ്നങ്ങൾ, ഏത് തരത്തിലുള്ള സംഘടനാ ഇടപെടലിനാണ് സാധ്യത? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തിളക്കമുള്ള ഒരു വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഉണ്ട് എങ്കിലും തൃശ്ശൂരിലെ കനത്ത തോൽവി വലിയ പൊട്ടിത്തെറികൾക്ക് കൂടി വകവച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നുവെന്ന കെ മുരളീധരന്റെ പ്രസ്താവന ഈ പാർട്ടിക്ക് തന്നെ വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ കോൺഗ്രസിൽ നടക്കുന്നത്. അതിൽ പല രീതികൾ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ തന്നെ വലിയ ഭൂരിപക്ഷത്തിലാണ് TN പ്രതാപൻ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു കയറിയത്. അതേ മണ്ഡലത്തിലാണ് ഇക്കുറി 3ാം സ്ഥാനത്തേക്ക് UDF തള്ളപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത് വലിയ തിരിച്ചടിയായി തന്നെ നേതൃത്വം കാണുന്നുണ്ട്. സംഘടനാ സംവിധാനം വേണ്ട രീതിയിൽ തൃശ്ശൂരിൽ ചലിപ്പിച്ചില്ല എന്നതാണ് പ്രധാനമായും കെ മുരളീധരൻ പറയുന്ന. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ഒരു പരിശോധിക്കണമെന്ന് മുതിർന്ന നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പാർട്ടിയുമായി ഉടക്കി നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് നൽകിയും ഒപ്പം ഈ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് മുരളീധരനെ പരിഗണിച്ചു കൊണ്ടുമുള്ള അനുനയ നീക്കങ്ങളും നിലവിൽ നടക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ ഇതിനോടകം തന്നെ കെ മുരളീധരനുമായി സംസാരിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ തർക്കം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അതിർത്തി അധിക നാൾ നീട്ടിക്കൊണ്ടുപോകാൻ കോൺഗ്രസിനാകില്ല. അത് വരുന്ന ഉപതെരഞ്ഞെടുപ്പിലടക്കം പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അണിയറയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതു തരത്തിൽ മുരളീധരനെ അനുനയിപ്പിക്കാൻ കഴിയും, മുരളീധരൻ മുന്നോട്ട് വെച്ച ഈ വിമർശനങ്ങൾ, ആരോപണങ്ങൾ, അത് ഏതു തരത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വലിയ ചർച്ചകളാണ് ഇനി കോൺഗ്രസിൽ നടക്കുന്നതും ഇനി നടക്കാൻ ഇരിക്കുന്നതും. വിജയകുമാർ. യെസ്, തൃശ്ശൂരിലെ പരാജയത്തിന്റെ ആഘാതം, അതുപോലെ കെ മുരളീധരൻ ഉന്നയിച്ച വിമർശനങ്ങളുടെ ആഘാതം, ഇതൊക്കെയാണ് KPCC നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. തിളക്കമുള്ള വിജയം കേരളത്തിൽ നേടുമ്പോഴും തൃശ്ശൂരിലെ പരാജയം കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയാവുകയാണ്. TN പ്രതാപൻ എന്താണ് പറയാനുള്ളത് എന്നതുകൂടി അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിനെതിരെയും വലിയ വിമർശനം ഉയരുന്നുണ്ട്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.